നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കീർത്തി സുരേഷിന്റെ പുത്തൻ മൂവിയായ റിവോൾവർ റീത്ത. പേരൊക്കെ കേട്ടപ്പോൾ ഞാൻ കരുതി ജോൺ വിക്കിന്റെ വല്ല അനിയത്യമാണെന്ന്. പക്ഷേ പടം കണ്ടു കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് ജോൺ വിക്കിന്റെ മീഷോ വെർഷൻ ആണ്. അപ്പൊ നമുക്ക് സ്റ്റോറിയിലോട്ട് പോകാം. കഥ തുടങ്ങുന്നത് തന്നെ ഒരു വമ്പൻ ടിസ്റ്റോടെയാണ്. ഒരു ഭയങ്കരമായ ഡോൺ, പേര് ഡ്രാക്കുള പാണ്ഡ്യൻ. പോണ്ടിച്ചേരിയിലെ വലിയ റൗഡി. സാധാരണ ഡ്രാക്കുളയെ കൊല്ലാൻ വെള്ളി വെടിയുണ്ടൊക്കെ വേണമെന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ നമ്മുടെ രാധിക ചേച്ചി എന്ത് ചെയ്തു? ഒരു പ്രസ്റ്റീജ് കുക്കറിന്റെ അടപ്പെടുത്ത ഒരൊറ്റ അടി. ഡ്രാക്കുള അവിടെ തന്നെ ഫിനിഷ്. ചെവിയും കണ്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാത് ജില്ല. എന്റെ പ്രസ്റ്റീജ് പ്രഷർ കുക്കറിനെ പറ്റി ഒന്നും പറഞ്ഞേക്കരുത്. ഇത് നിങ്ങളെക്കാളും ഡിപ്പെൻഡബിൾ ആണ്. വെട്ടിയിട്ട വായത്തണ്ട് പോലെ കിടക്കണ കിടപ്പ് കണ്ടേലാപ്പ. പോണ്ടിച്ചേരിയിലെ വലിയ റൗഡി. പ്രേക്ഷകരോടുള്ള ഡയറക്ടറിന്റെ ആദ്യത്തെ വെടിയുണ്ടയായിരുന്നു ഇത്. കേസെടുപ്പിനേക്കാൾ വേഗത്തിൽ കുക്കർ വെച്ച് ആളെ കൊല്ലുന്ന വിദ്യ ഈ സിനിമ കണ്ടു തന്നെ പഠിക്കണം. വീട്ടിലൊരു കൊലപാതകം നടന്നു. സാധാരണ ആൾക്കാർ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ പോലീസിനെ വിളിക്കും, ഇല്ലെങ്കിൽ ആ ശവം ഒളിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷേ ഇവിടെ അതല്ല രീതി. വീടിന്റെ നടുക്കൊരു ബർത്ത്ഡേ പാർട്ടിയും വെച്ച് ശവത്തെ ഒരു റൂമിൽ പൂട്ടിയിട്ടേക്കുന്നു. ഡയറക്ടർ ഉദ്ദേശിച്ചത് ഡാർക്ക് കോമഡിയാണ് അത്ര. പക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് പ്രഷർ കുക്കറിനേക്കാൾ പ്രഷറാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഈ പടത്തിന് റിവോൾവർ റീത്ത എന്ന പേരിനേക്കാളും നല്ലത് ശവം എന്നായിരുന്നു. കാരണം ഈ പടം മൊത്തം മുന്നോട്ട് പോകുന്നത് ഈ ശവം ബേസ് ചെയ്തിട്ടാണ്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി നമ്മുടെ റീത്ത. കീർത്തി സുരേഷ് നാഷണൽ അവാർഡൊക്കെ കിട്ടിയ ഒരു നടിയാണ്. പക്ഷേ ഈ സിനിമയിൽ കീർത്തിയുടെ പാവങ്ങൾ കണ്ടാൽ തോന്നും ആരോ നിർബന്ധിച്ച് തോക്ക് കയ്യിൽ കൊടുത്തു വിട്ടതാണെന്ന്. ആ നൃത്തം കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ സിനിമയ്ക്ക് വെക്കേണ്ട പേര് റിവോൾവർ റീത്ത എന്നല്ല, റീത്തയും റീടേക്കുമാണ്. ഓരോ സീൻ കഴിയുന്തോറും പ്രേക്ഷകർക്ക് ഓരോ വെടി കിട്ടുന്ന അവസ്ഥയാണ്. പുഷ്പയിലെ മംഗളം സീനുമായി തകർത്തഭിനയിച്ച സുനിലാണ് ഇതിലെ വില്ലൻ. പേര് ഡ്രാക്കുള ബോബി. ഈ പേരൊക്കെ കേൾക്കുമ്പോൾ ഒരു പവർ തോന്നും. പക്ഷേ ലുക്ക് കണ്ടാൽ നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ കാണുന്ന ഒരു ലോട്ടറി കച്ചവടക്കാരനെ പോലെയാണ്. പിന്നെ മറ്റൊരു വില്ലനാണ് റെഡ്ഡി കിംസ്ലി. പുള്ളി ഈ സിനിമയിലും ഒരേ പണി തന്നെ. വാ തുറക്കുക, നിലവിളിക്കുക. പുള്ളി നിലവിളിക്കുന്നത് സിനിമയിലാണെങ്കിൽ അത് കേട്ട് നമ്മൾ നിലവിളിക്കുന്നത് ഈ സിനിമ കണ്ടിട്ടാ. നമുക്കിനി ഈ സിനിമയുടെ ശില്പി ഡയറക്ടർ കെ ചന്തു സാറിലോട്ട് വരാം. നിങ്ങൾ വിചാരിച്ചത് വിക്രം സിനിമയിലെ ഒരു ഡാർക്ക് മൂഡും നെൽസൺ സിനിമയിലെ ഒരു വെളുപ്പൻ കോമഡിയും കൂടി മിക്സ് ചെയ്ത് ഒരു വമ്പൻ സംഭവം ഉണ്ടാക്കുമെന്നാണോ? പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് നിങ്ങൾ ഒരു 10-15 സിനിമ കണ്ട് അതിന്റെ ബാക്കി വന്ന സീനുകളൊക്കെ എടുത്ത് ഒരു പശ വെച്ച് ഒട്ടിച്ചു വെച്ചതുപോലെയാണ്. ഡാർക്ക് കോമഡി എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരുടെ കണ്ണിൽ ഇരുട്ട് കയറ്റുന്ന ഒന്നല്ല സാറേ. ഈ സിനിമയുടെ തിരക്കഥ ചെയ്ത് നിങ്ങൾ ഉപയോഗിച്ച ആ ലോജിക് ഉണ്ടല്ലോ, അത് മാത്രം മതി ഈ വർഷത്തേക്ക് ഏറ്റവും വലിയ കോമഡിയായി പ്രഖ്യാപിക്കാൻ. ഈ ഒരു സിനിമ എടുക്കുമ്പോൾ അതിന് മിനിമം 10 പൈസയുടെ ലോജിക്കെങ്കിലും വേണ്ടേ? ഇതിപ്പോൾ കീർത്തി സുരേഷ് ഉണ്ട്, എന്റെ കയ്യിൽ ക്യാമറയുണ്ട്, എന്നാൽ നമുക്ക് അങ്ങോട്ട് ഷൂട്ട് ചെയ്യാം എന്ന മട്ടിലാണ്. സംവിധായകൻ സാർ അടുത്ത വട്ടമെങ്കിലും ഗുണ്ടകൾക്കൊരു വിലയെങ്കിലും കൊടുക്കണേ. ഡ്രാക്കുള പാണ്ഡ്യൻ എന്ന ഗംഭീര പേരൊക്കെ കൊടുത്തിട്ട് ഒരു കുക്കറിന്റെ അടപ്പുകൊണ്ട് ചാവേണ്ടി വന്നില്ലേ? എന്താണ് ഗുണ്ടയുടെ അവസ്ഥ? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അടുത്ത തവണ നമുക്ക് കുക്കർ മാറ്റി മിക്സിയാക്കാം. അപ്പോൾ സംവിധായകൻ ചന്ദ്ര സാറിന് ഒരു സല്യൂട്ടും കൊടുത്തുകൊണ്ട് അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം.